നമസ്കാരം. ലിവർപൂൾ എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഫുട്ബോള്, ബീറ്റിൽസ് ഇതൊക്കെയാവും. പക്ഷേ ലിവർപൂൾ വേൾഡ് മാപ്പിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമായി മാറിയത് അതിൻ്റെ ഡോക്സ് കാരണമാണ്. ലിവർപൂളിലെ ഏറ്റവും ആദ്യത്തെ ഡോക്സ് 1715 പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ഒരു വളരെ ചെറിയൊരു ടൗണിൽ നിന്നും ഇന്നത്തെ ഈ ലിവർപൂളായിട്ട് ഈ നഗരം മാറണത്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ലിവർപൂൾ 1 എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയാണത്. ഇപ്പോഴത്തെ വാട്ടർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡോക്സ് അറിയപ്പെടുന്ന സാധനമൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, മേഴ്സി നദിയുടെ കരയിലായിട്ട്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ പഴയ ഡോക്ക്, അതായത് 1715 ഉണ്ടായിരുന്ന ആ ഡോക്കിൻ്റെ ഏകദേശം മുകളിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഡോക്ക് ഇതിൻ്റെ താഴെ. അതെ. ഓൾഡ് ഡോക്ക് ഉണ്ടാക്കിയത് തോമസ് സ്റ്റിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. ലിവർപൂളിലെ ഈ ഡോക്ക് ലോകത്തിലെ തന്നെ ആദ്യത്തെ എൻക്ലോസ്ഡ് കമേഴ്ഷ്യൽ വെറ്റ് ഡോക്കായിരുന്നു. ഈ പോർട്ട് റെവല്യൂഷണറി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് വെറ്റ് പോർട്ടായിരുന്നു. ടൈഡ്സിന്റെ വെള്ളം കയറുക ഇറങ്ങുക, അതിൻ്റെ ആ ലെവലനുസരിച്ചാണ് ഷിപ്പുകൾ അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വെള്ളം നിയന്ത്രിക്കാൻ ആർക്കും ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം കയറുമ്പോൾ ഷിപ്പുകൾ വരിക, അതിനനുസരിച്ച് തിരിച്ചു പോവുക, ലോഡിങ് അൺലോഡിങ് നടക്കുക. 2 ആഴ്ചയാണ് എടുത്തിരുന്നത് അന്ന്. ഒരു ഷിപ്പിന് 2 ആഴ്ച ലോഡിങ് അൺലോഡിങ്. അത് കഴിഞ്ഞ് ഈ ഗേറ്റഡ് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ടേൺ അറൗണ്ട് ടൈം വളരെ കുറഞ്ഞു. 2 ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ഷിപ്പ് അൺലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നത്. വെറും 1.5 ദിവസമായി മാറിയോണ്ട് ആൾക്കാർ ഇവിടെ പ്രിഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ലിവർപൂൾ വളർന്നു വന്നത്. പിന്നെ അന്ന് പോർട്ട് ഏകദേശം 2 ഫുട്ബോൾ ഗ്രൗണ്ട് ബാക്ക് ടു ബാക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടോ അത്രയും വലുപ്പമായിരുന്നു. 3.5 ഏക്കറായിട്ടാണ് തുടങ്ങിയത്. 100ഓളം ഷിപ്പ് ഒരൊറ്റയടിക്ക് ഒരുമിച്ച് ഇവിടെ ഒന്ന് നിൽക്കാം, ഡോക്ക് ചെയ്യാം അവർക്ക്. അതാണ് അന്നത്തെ സിസ്റ്റം. പിന്നെ ഷിപ്പ് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള ടൈറ്റാനിക് പോലുള്ള വലിയതൊന്നുമല്ല, ഒരു ഡീസൻറ്റ് മെർച്ചന്റ് ഷിപ്പ്. മുതൽ ഈ ഓൾഡ് ഡോക്സ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഒരു 110-111 കൊല്ലത്തോളം അത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഡോക്കായിരുന്നു. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഈ ഇൻ്റർനാഷണൽ ട്രേഡ് വളരെയായിട്ട് ഗ്രോ ചെയ്തു. അമേരിക്ക, ആഫ്രിക്ക അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഈ ചെറിയ ഇത് പറയല്ലേ 3.5 ഏക്കർ സ്ഥലം 100 ഷിപ്പോളം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ സ്ഥലം കുറവായി തുടങ്ങി. അപ്പോൾ അതിനെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഡോക്സ് അല്ലാണ്ട് വേറെ പുതിയ ഡോക്സ് അവർ പണിതു ലിവർപൂളിൻ്റെ മേഴ്സി സൈഡ് റിവർ ഫ്രണ്ട് ആയിട്ട്. അങ്ങനെ വന്നപ്പോൾ അവർക്കത് ഈ ഡോക്സ് മെല്ലെ വലിയ ഷിപ്സിനൊന്നും കയറാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പം മെല്ലെ അത് ഡിസ്യൂസായി. അത് 1826 അവസാനമായിട്ട് അത് യൂസ് ചെയ്തു. ഉപയോഗിക്കാതെ ആൾക്കാർ അതിനെ മറന്നു. പിന്നെ അതിൻ്റെ മുകളിൽ പുതിയ വിക്ടോറിയൻ ഏരിയയൊക്കെ വന്നപ്പോൾ പുതിയ ബിൽഡിങ്സും പിന്നെ റീക്ലെയിം ചെയ്തു ലാൻഡ് മുഴുവൻ. പുതിയ വലിയ ബിൽഡിങ്സിൻ്റെ ബ്രിഡ്ജിൻ്റെ അതൊക്കെ പണി ചെയ്ത് റോഡ്സ് ഉണ്ടാക്കിയപ്പോഴേക്കും അത് ഏകദേശം 2001 വരെ നമ്മളെല്ലാവരും ഈ ഓൾഡ് ഡോക്കിനെ മറന്നു. അങ്ങനെ ഈ ലിവർപൂൾ 1 എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കുഴിച്ചു നോക്കിയപ്പോൾ 2001 ഈ പഴയ ഡോക്ക് അവർ കണ്ടെത്തുന്നത്. 1826 മുതൽ 2001 വരെ ഒരു 175ഓളം കൊല്ലം ഈ ഓൾഡ് ഡോക്സ് നമുക്കെല്ലാവർക്കും വേണ്ടി കംപ്ലീറ്റ്ലി ഓഫ് ദ മാപ്പ് ആയിരുന്നു. ആർക്കും എവിടെ അറിയണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ചൊരു വിവരമില്ല, എവിടെയും ഇതില്ല. അത് ഹിഡൻ ആയിരുന്നു എന്ന് പറയാം. റോഡ്സ് ബിൽഡിങ്സ് ഒക്കെ വന്നപ്പോൾ അത് മൂടിപ്പെട്ടു. പിന്നെ ഈ ഒരു ഏരിയ മുഴുവൻ അവരൊന്ന് റീവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ ഡോക്സിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അവർ അതിനെ സംരക്ഷിച്ച് നിർത്തി. അതിൻ്റെ മീതെ ഈ പഴയ ഡോക്സിന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടത്തി. ഇപ്പോൾ ഈ കാണണേ ഈ ചുറ്റും ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഡോക്സിൻ്റെ മീതെ, പക്ഷെ അതിന് ഒട്ടും കോട്ടം വരാതെ. ഹച്ചിൻസൺ എന്ന് പറഞ്ഞ ഒരു ലിവർപൂളുകാരൻ 28-29 കൊല്ലം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഹൈ ടൈഡും ലോ ടൈഡും റെക്കോർഡ് ചെയ്ത് വെച്ച് 1700-കളിൽ. അപ്പോൾ ഹച്ചിൻസൻ്റെ ഈ റെക്കോർഡിങ് അല്ലെങ്കിൽ ടൈഡിൻ്റെ അത് പോർട്ടിനെ പ്രവർത്തിക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളായി. ഷിപ്പുകൾക്ക് കൃത്യമായിട്ട് ഏത് സമയത്ത് വരണം പോകണം എന്നുള്ള അങ്ങനെ പല ഡേറ്റാസും അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അത് കാലങ്ങളോളം, എത്ര 10-200 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ അയാൾക്കൊരു മെമ്മോറിയൽ എന്നുള്ള പോലെ ഇവിടെ കുറേ ഫൗണ്ടൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുമെങ്കിലും അത് സംരക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ പലരും ചെയ്യാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചരിത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തൊരു ആൾക്കാരാണ് നമ്മൾ തോന്നാറുണ്ട് ഇടയ്ക്ക് ചിലതൊക്കെ കാണുമ്പോൾ. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും അവർ കഴിയുന്നത്ര നന്നായി സൂക്ഷിക്കുന്നതായതുകൊണ്ട് ഈ പഴയ ഡോക്ക് ഇപ്പോഴും അവർ കണ്ടെത്തിയ പോലെ തന്നെ ഇപ്പോഴും അതിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എക്സ്കവേഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിയുന്നത്ര അവർ പഴയ ഫുൾ സ്ട്രക്ചറും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഒരു 2 ലോകമുണ്ട് ഇപ്പോൾ ഇവിടെ പറയാം. താഴെ ആരും കാണാതെ മറഞ്ഞു കിടക്കുന്ന ഒരു പഴയ കാലത്തിൻ്റെ എന്താ പറയുക അവശിഷ്ടവും, മുകളിൽ ഫുൾ ഓഫ് ലൈഫ് എന്ന് പറയണം മതി. എല്ലാ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലെ ആൾക്കാരും എല്ലാവരും പിക്നിക്കിനും അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ വന്ന് ത്രൈവിങ് വിത്ത് ലൈഫ്. അങ്ങനെ 2 സംഭവം മുകളിലും താഴെയായിട്ട് ഇവിടെ ഉണ്ട്. മെർസിസൈഡ് മാരിടൈം മ്യൂസിയംകാർ ഇതിൻ്റെ ഒരു ഫ്രീ ടൂറുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസമാണ് ഉള്ളത്. ഓരോ മണിക്കൂറാണ് ആ ടൂറുള്ളത്. അത് വളരെ നല്ലതാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് അതൊന്ന് പോകാൻ. ബിക്കോസ് അത് ആരും കാണാത്തൊരു അധികം ആൾക്കാർ. അതെ, ഞങ്ങളും അധികം കേട്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ ലിവർപൂളിൽ പറയുമ്പോൾ ഡോക്സ് അല്ലെങ്കിൽ ബീറ്റിൽസ് ടൂറ് അല്ലെങ്കിൽ ആൻഫീൽഡ് ടൂറ് അങ്ങനെ അല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഈ ഓൾഡ് ഡോഗ് ടൂറൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് അത് കണ്ടത് നെറ്റിൽ. വർക്കിംഗ് ഡേയ്സിലാണ് ആ ടൂറ്, വീക്കെൻഡ്സിലില്ല തൽക്കാലം. ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരികയാണ് വെച്ചാൽ ആ ടൂറ് രാവിലെ 10:30, പിന്നെ 12:30, പിന്നെ 2:30 അങ്ങനെ ഉള്ള സമയത്താണ്. 1 മണിക്കൂറേ ഉള്ളൂ, ഫ്രീ ആണ്. അപ്പോൾ ചരിത്രമൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് ലിവർപൂൾ ഓൾഡ് ഡോക്കിൻ്റെ ബാക്കിയുള്ള മതിലുകൾ അതൊക്കെയാണ്. ഈ മതിലുകളിലാണ് ലിവർപൂൾ കെട്ടിപ്പടുത്തതെന്ന് വേണമെങ്കിൽ പറയാം.
ഐതിഹാസികമായ ഒരു സ്ഥലമാണ് ലിവർപൂളിൻ്റെ ഇന്നലെ ലിവർപൂളിൻ്റെ ഇന്നും റെപ്രസെൻ്റ് ചെയ്യണു ആ മതിലുകൾ. ഈ ഡോക്ക് ആണ് സത്യം പറഞ്ഞാൽ ലിവർപൂൾ തുടങ്ങണമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ലിവർപൂൾ ഒരു പോർട്ട് സിറ്റിയായി ഡെവലപ്പ് ചെയ്തത് ഈ ഡോക്സ് കാരണമാണ്. ഇന്നത്തെ ലിവർപൂളിനെ താങ്ങി നിർത്തുന്ന പില്ലേഴ്സാണ് ബാക്കിൽ കാണുന്ന കോൺക്രീറ്റ് പില്ലറുകൾ. അപ്പോൾ ഇന്നിൻ്റെയും ഇന്നലെയുടെയും ഒരു സംഗമമാണ് ഈ സ്ഥലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ വ്യത്യസ്തമായ ഒരു ടൂറായിരുന്നു ഇത്. കാണാൻ വന്നപ്പോഴും ഇത്ര വികാരപരമായ ഒരു കാര്യമാവും അതെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഒരു 300 കൊല്ലത്തെ ചരിത്രമാണ്. ഒരു ചെറിയൊരു ടൗൺ എങ്ങനെ വലുതായി അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു അതിന്റെ ഒരു ചിത്രമാണ്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഈ ഇങ്ങനത്തെ ഒരു ഓൾഡ് ഡോക്സ് ഉണ്ട്, ഈ ടൂർ ഉണ്ട്, വന്ന് കാണാമെന്ന്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് റെക്കമെൻഡ് ചെയ്യും. ശരിക്കും ചരിത്രത്തിനെ തൊട്ടറിയണ ഒരു ടൂർ എന്നാണ് ഞാൻ ഒരു വാക്കിൽ പറയണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ശരി, അപ്പൊ നമുക്ക് പറയണില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ശരി, ബൈ.